നമസ്തേ. ശിവശക്തി ചൈതന്യമായ ശ്രീ വിഷ്ണുമായ അഥവാ ചാത്തൻ സ്വാമികളുടെ അതിമനോഹരമായ കഥയുടെ 17ാമത്തെ ഭാഗമാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടാണ് നമ്മളിവിടെ കഥ ഓരോന്നും പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കേൾക്കാനുള്ള സൗകര്യത്തിന് കൂടിയാണ്. മധ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിച്ചു വരുന്ന ദേവതയാണ് വിഷ്ണുമായ അഥവാ ചാത്തൻ. അതിശയോക്തികളിലും കെട്ടുകഥകളിലും കേട്ടുകേൾവിയിലുമൊക്കെ വിഷ്ണുമായയെക്കുറിച്ച് വിവിധങ്ങളായ പരാമർശങ്ങളാണുള്ളത്. ഇതേക്കുറിച്ച് ഇന്നും പൂർണ്ണമായ ഒരു ധാരണയില്ലാത്തതാണ് അതിന് കാരണം. നമ്മുടെ പൂർവികരുടെ ഈടുവയ്പ്പുകളിൽ ഉണ്ടായിരുന്ന താളിയോല ഗ്രന്ഥങ്ങളിലെ പല അമൂല്യ മന്ത്രതന്ത്ര വിധികളും മറ്റും കാലപ്പഴക്കത്താൽ നഷ്ടപ്പെട്ടു പോവുകയും അറിവുള്ളവർ അത് മറച്ചു വയ്ക്കുകയും ചെയ്തത് അറിയാൻ ആഗ്രഹമുള്ള പുതിയ തലമുറയോട് ചെയ്ത മഹാ അപരാധമായി. അവർ അത്തരം കാര്യങ്ങളിൽ അജ്ഞരുമായി. പുരാണ കഥകൾ പഴഞ്ചനെന്ന് മുദ്രകുത്തി അവഗണിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നവ വായിക്കാനും കേൾക്കാനും ജനങ്ങൾക്ക് ഏറെ ഇഷ്ടമാണ്. ഈശ്വര കഥകളോട് തോന്നുന്ന ഇഷ്ടം ഭക്തി മാർഗത്തിലേക്കുള്ള കാൽവെപ്പായി കണക്കാക്കാം. പുരാണങ്ങളെല്ലാം തന്നെ വൈദിക സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളാണ്. ആ സംസ്കാരം കൈവരിക്കണമെങ്കിൽ ആഴത്തിലുള്ള ചിന്ത അത്യാവശ്യമാണ്. നമ്മൾ 16ാമത്തെ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് ചാത്തൻ്റെ പിറന്നാൾ ആഘോഷമാണ്. അപ്പോൾ ഇന്ന് പറയുന്നത് 17ാമത്തെ ഭാഗത്തിൽ പറയുന്നത് വസിഷ്ഠോപദേശവും അഗ്നിബാധ എന്നിവയെക്കുറിച്ചാണ്. ശംഖനാദം മുഴങ്ങി ചാത്തൻ്റെ പിറന്നാൾ മണ്ഡപത്തിലേക്ക് ഒരു വിശിഷ്ട അതിഥി എത്തുന്നു. രാവിൻ്റെ 2ാം യാമം ആരംഭിക്കുകയായി. കൂളിയാറിൻ്റെ തീരത്തെ വിശാലമായ പൂപ്പന്തലിൽ വിസ്തരിച്ചൊരുക്കിയ മണിമഞ്ചത്തിനു ചുറ്റും മഹർഷിമാരും പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ ആബാലവൃദ്ധൻ ജനങ്ങളും അച്ചടക്കത്തോടെ ഇരുന്നു. ഏറ്റവും മുന്നിൽ കുട്ടികളുടെ നിര, അവർക്ക് പിന്നിൽ സ്ത്രീകൾ, ബ്രാഹ്മണർക്ക് പ്രത്യേക ഒരു ഭാഗം, ബാക്കി എത്രയും മലയ സമൂഹത്തിന്. അപ്പോൾ ജനലക്ഷങ്ങളുടെ ആരവം കടലിരമ്പം പോലെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നു. ആ നേരത്താണ് ഗോപുരവാതിൽക്കൽ നിന്ന് ശംഖനാദം മുഴങ്ങിയത്. അത് ഇങ്ങനെ കേൾക്കെ പെയ്തൊഴിഞ്ഞ ഘോരമാരി എന്നോണം സദസ്സ് നിശ്ചലമായി. ഗോപുരവാതുക്കൽ അതിഥിയെ സ്വീകരിക്കാൻ മലയക്കൊട്ടാരത്തിലെ മല്ലന്മാരായ വാപരനും കടുരവനും വലിയ തീവെട്ടികളും പിടിച്ച് ശംഖനാദവും മുഴക്കി അതിഥിയെ എതിരേറ്റ് അദ്ദേഹത്തെ മണ്ഡപത്തിലേക്ക് ആനയിച്ചു. മികച്ച പണ്ഡിതരായ ശിഷ്യവൃന്ദവും ബ്രാഹ്മണരും അതിഥിയെ അനുധാവനം ചെയ്തു. അദ്ദേഹം കടന്നു വന്നപ്പോൾ സദസ്യരെല്ലാം എഴുന്നേറ്റ് തൊഴുകൈയുമായി അദ്ദേഹത്തെ നമസ്കരിച്ചു. അതിഥിക്ക് വേണ്ടി തയ്യാറാക്കിയ മണിമഞ്ചത്തിന് ഇരുപുറവും വാപരനും കടുരവനും അംഗരക്ഷകരായി നിന്നു. ആ അതിഥി വസിഷ്ഠ മഹർഷിയായിരുന്നു. നിറഞ്ഞ സദസ്സും അവിടുത്തെ രംഗസംവിധാനവും കണ്ടപ്പോൾ കുളിർ മാമലയിൽ ഉദിച്ച പൂർണ്ണചന്ദ്രനെ പോലെ വസിഷ്ഠ മഹർഷിയുടെ മുഖം തെളിഞ്ഞു. ശിഷ്യരും ബ്രാഹ്മണരും അവരവരുടെ സ്ഥാനങ്ങളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കിങ്കരന്മാർ 7 വട്ടം ശംഖനാദമുയർത്തി. വസിഷ്ഠ മഹർഷി സദസ്യരെ ആകെയൊന്ന് വീക്ഷിച്ചു. ഇരുകൈയും ഉയർത്തി അവരെ എല്ലാം ആശീർവദിച്ചു. പിന്നെ സകലരും ഇരിക്കാൻ സഞ്ചി നൽകി അദ്ദേഹം മഞ്ചത്തിലിരുന്നു. ഒരു മണൽ തരി വീണാലും മുഴങ്ങിക്കേൾക്കുന്ന നിശബ്ദത. ഈശ്വരസ്തുതി ചൊല്ലി നമിച്ച് വിനീതനായി മഹർഷി ഒരു നിമിഷം ധ്യാനനിരതനായി. പ്രിയപ്പെട്ട ബാലികാ ബാലന്മാരെ, ബ്രഹ്മലോകത്തെ മാമുനി ശ്രേഷ്ഠരെ, കൂളിക്കുന്നൻ വനത്തിലെ മലയരയന്മാരെ, നിങ്ങളെയെല്ലാം എൻ്റെ സ്നേഹബന്ധനം. മഹർഷി സൗമ്യമായി പറഞ്ഞു തുടങ്ങി. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ശ്രീ പരമേശ്വരൻ്റെ ശക്തിയെക്കുറിച്ചാണ്. ഓരോരുത്തരുടെയും മനസ്സിലുള്ള ദുഃഖങ്ങളെല്ലാം തീർത്ത് ഭാവി ജീവിതം നന്മയുള്ളതായി തീരാൻ ചരാചരജാലങ്ങളിൽ വെച്ച് ഏറ്റവും ഗുണഗണങ്ങൾ ഒത്തുചേർന്ന ആ മഹേശ്വര ശക്തിയെക്കുറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ ആർക്കും അപ്പോൾ തന്നെ ചോദിക്കാം. നിങ്ങളുടെ സംശയം ദൂരീകരിച്ചു തരാനും ശ്രമിക്കാം. സദസ്സ് മഹർഷിയുടെ ശബ്ദത്തിന് ശ്രദ്ധയോടെ കാതോർത്തിരിക്കുകയാണ്. ശ്രീ പരമേശ്വരൻ്റെ നിർദ്ദേശം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ലോകത്ത് ജീവകോടികൾ കഴിഞ്ഞുകൂടുന്നത്. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് നിശ്ചയം എന്ന നിയമം കൊണ്ടാണ്. ശ്രീ പരമേശ്വര നിശ്ചയമാണ് ലോകശക്തിയെല്ലാം എന്നർത്ഥം. ബാല്യകാലത്ത് വേണ്ട കർമ്മങ്ങളെക്കുറിച്ച് പറയാതെ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുക വയ്യ. അതുകൊണ്ട് എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട ബാലികാ ബാലന്മാർ അവ ശ്രദ്ധയോടെ കേൾക്കുക. കാരണം നിങ്ങളാണ് നാളെയുടെ അവകാശികൾ. മഹർഷി മുഖമൊന്നുയർത്തി സദസ്സിനെ വീക്ഷിച്ചു. കഥ കേൾക്കാൻ ഉന്മേഷത്തോടെ ഇരിക്കുന്ന കൊച്ചു മുഖങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. ജനിച്ചു വീഴുന്ന നാൾ മുതൽ നിങ്ങളെ പോറ്റി വളർത്തുന്ന അച്ഛനമ്മമാരെ അനുസരിക്കുക എന്നതാകണം നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യ പാഠം. പിതാവിനോടുള്ള ഭയഭക്തി ബഹുമാനം എപ്പോഴും പരിപാലിക്കേണ്ടതുണ്ട്. പിന്നീട് അവരെ പോലെ തന്നെ ഗുരുവിനെയാണ് പൂജിക്കേണ്ടത്. അക്ഷരാഭ്യാസം മുതലുള്ള പഠനങ്ങളെല്ലാം ഭംഗിയായി നിർവഹിക്കണം. ഗുരുവിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം ആദരവോടെ അനുസരിക്കണം.
കായികവും മാനസികവുമായി നിങ്ങൾ ഏർപ്പെടുന്ന ജീവിത വഴികളിലെല്ലാം വിജയിക്കാൻ ഉതകുന്ന ഉപായങ്ങൾ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഗുരുവിൽ നിന്നാണ്. ഈ ലോകത്തിലുള്ള ജീവിതം കുറച്ചു കാലമേയുള്ളൂവെങ്കിലും അതിലൊരു നിമിഷം പോലും പാഴാക്കി കളയരുത്. രാപ്പകലുകൾ നിരന്തരം കടന്നു പോകും. അതിലേറെ നേരവും ജീവിത വിജയത്തിനായി തന്നെ പരിശ്രമിക്കണം. മടിയന്മാരാകാതെ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ജീവിതകാലത്തെ പ്രധാന കാലഘട്ടം സ്വന്തം കുടുംബവുമായി ജീവിതം തുടങ്ങുമ്പോഴാണ്. ഓരോരുത്തർക്കും അത് ഓരോ രീതിയിലായിരിക്കും. സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ലാതെ എല്ലാവർക്കും ഒന്നുപോലെ വിഷമങ്ങൾ ഉണ്ടാകുന്ന നിരവധി ഘട്ടങ്ങൾ തരണം ചെയ്യേണ്ട കാലമാണത്. മനക്കട്ടിയില്ലാത്തവർ ഇക്കാലത്ത് വല്ലാതെ വലഞ്ഞ് ദുഃഖിതരാകും. ഗുരുത്വമില്ലാത്തവർ സത്യങ്ങളൊക്കെ മറന്ന് വഞ്ചനയുടെ വഴിയേ പോകും. ജന്തുഹിംസ, മദ്യപാനം, ഗുരുദോഷം എന്നിവയൊക്കെ ചെയ്യാൻ മടിക്കില്ല. ആചാരങ്ങളോ നീതിയോ മര്യാദയോ മറന്ന് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നവരാകും. പണം വാരിയെറിഞ്ഞ് സ്വന്തം സ്വാർത്ഥത സംരക്ഷിക്കാൻ ഇക്കൂട്ടർ എന്തും ചെയ്യും. അങ്ങനെയുള്ളവരെ പിന്തുടരുക സ്വപ്നത്തിൽ പോലും ആലോചിക്കാനാവാത്ത ദുരന്തത്തിലായിരിക്കും. അപ്പോൾ മറ്റുള്ളവരെ പരിഹസിക്കുകയും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്താൻ വ്യഗ്രത കാണിക്കുകയും ചെയ്യും. തൻ്റെ ദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ കുലധർമ്മങ്ങളെല്ലാം മറന്ന് സ്വയം ഞെളിയും. ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് ഗൃഹസ്ഥാശ്രമ കാലത്താണ്. ഈശ്വരഭക്തിയും ഗുരുത്വവും ഉള്ളവർക്ക് ഇതൊന്നും ബാധകമേ അല്ല. അവർ സത്യം കൈവിടുകയുമില്ല. അടിക്കടി ഉണ്ടാകുന്ന ഉയർച്ചയിൽ അത്തരക്കാർ അഹങ്കരിക്കുകയുമില്ല. അങ്ങനെയുള്ളവരിലാണ് സ്വർഗം കാത്തിരിക്കുന്നതെന്ന് നാം പറയാറുണ്ട്. അവരുടെ സ്വർഗം ജീവിതകാലത്തു തന്നെയാണ്. ആരെയും കുറ്റപ്പെടുത്താതെ വരുന്നതെല്ലാം നന്മയ്ക്കെന്ന് വിശ്വസിക്കുന്നവർ. എന്തും നേരിടാനുള്ള ആത്മവിശ്വാസം അധപ്പതനത്തിലെത്താതെ അവരെ രക്ഷിക്കും. നിങ്ങളെല്ലാം സത്യത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുവാൻ മാത്രം ശ്രമിക്കുക. നമ്മളിൽ ഓരോരുത്തരിലും സത്യം അടങ്ങിയിരിക്കുന്നു. അതിന് കാരണം നമ്മളിൽ ഈശ്വരത്വമുള്ളത് കൊണ്ടാണ്. അപ്പോൾ സകല ചരാചരങ്ങളിലും ഇതുണ്ട്. ലോകത്ത് തെളിഞ്ഞു കാണുന്ന നല്ല കാര്യങ്ങളിലെല്ലാം ഇതടങ്ങിയിരിക്കുന്നു. ഭക്തരായ ജനങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആദർശവും ഈ സത്യമാണ്. വസിഷ്ഠ മഹർഷി ത്രിഗുണങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞു കൊടുത്തു. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിങ്ങനെ 4 പുരുഷാർത്ഥങ്ങളുടെ പൊരുൾ പറഞ്ഞു കൊടുത്തു. 4 വേദങ്ങളെക്കുറിച്ച് പറഞ്ഞു, 4 കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു. ബ്രാഹ്മണകർമ്മം, ക്ഷത്രിയകർമ്മം, വൈശ്യകർമ്മം, ശൂദ്രകർമ്മം എന്നിങ്ങനെ തരംതിരിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ പ്രതിപാദിച്ചു. വർണ്ണവ്യത്യാസം കൊണ്ട് തീണ്ടലുണ്ടായതിനെക്കുറിച്ച് പറഞ്ഞു. ജാതി വ്യത്യാസം ഉണ്ടായത് എങ്ങനെയാണെന്ന് പറഞ്ഞു. സമയം കടന്നു പോയത് ആരും അറിഞ്ഞതേയില്ല. വസിഷ്ഠ മഹർഷി തൻ്റെ ഉപദേശ പ്രഭാഷണം അവസാനിപ്പിക്കാൻ പോവുകയാണെന്നറിഞ്ഞപ്പോൾ എന്തോ ഒന്ന് നഷ്ടപ്പെടാൻ പോകുന്നത് പോലെയാണ് ശ്രോതാക്കളുടെ ഒരു അവസ്ഥ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ നീതിസാരം അത്രമാത്രം ഹൃദയാവർജകമായിരുന്നു. എത്ര നേരം കൂടി വേണമെങ്കിലും ആ വാക് പ്രഭാവമഴയിൽ കുളിച്ച് നിർവൃതിദായകമായ അവസ്ഥയിലായിട്ടിരിക്കാൻ അവർ ഒരുക്കമായിരുന്നു. അത് മഹർഷിക്കും മനസ്സിലായി. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ഓരോ തുടക്കത്തിനും ഒരു ഒടുക്കവും ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടായേ മതിയാകൂ. അതും മഹേശ്വര നിശ്ചയമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകളും അവസാനിപ്പിച്ചല്ലേ പറ്റൂ. അദ്ദേഹം സദസ്യരെ നോക്കി മധുരമായി ഒന്ന് പുഞ്ചിരിച്ചു. അവസാനിപ്പിക്കും മുമ്പ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഓരോ ശരീരത്തിലും ഈശ്വരശക്തി നിറഞ്ഞു നിൽക്കുന്നു എന്ന് ഓർക്കുക. സകലവിധ ചേഷ്ടാവിലാസങ്ങൾക്കും സത്യശാസനം നൽകി നല്ല വഴി നടക്കാൻ പ്രേരിപ്പിച്ച് മോക്ഷാർഹരാക്കി മഹാപാപങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുന്നത് ഈ ഈശ്വരശക്തിയാണ്. എന്നിലും നിങ്ങൾ ഓരോരുത്തരിലും മറ്റു നാനാവിധങ്ങളായ പ്രാണികോടി സഞ്ചയത്തിലും ദേഹത്തിന് തുല്യമായി രക്ഷിതാവായി പ്രകാശശക്തിയായി നിയാമക ശക്തിയായി ഈശ്വരശക്തിയായി നിൽക്കുന്നു. അപ്പോൾ ആ മഹാശക്തിയെ ഉദ്ദേശിച്ച് ഏത് കർമ്മങ്ങളും എന്നും നിങ്ങൾ ചെയ്യുക. എൻ്റെ ഈ ഉപദേശങ്ങൾ മറന്നു കളയാതെ എന്നും നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. ഇങ്ങനെ നമുക്കെല്ലാം നാനാവിധ സദ്ഗുണപൂർണനായി സകല ജീവജാലങ്ങൾക്കും രക്ഷ ചെയ്യാനൊരുങ്ങി സമഭാവനയോടെ സകല ദിക്കിലും തൻ്റെ ഭക്തരെ രക്ഷിച്ചും അഭീഷ്ടങ്ങൾ നൽകിയും അനുഗ്രഹം നൽകിപ്പോരുന്നു സാക്ഷാൽ ശ്രീ പരമേശ്വരൻ. ലോകത്തെ ഭഗവാൻ നയിക്കുന്നു. സച്ചിദാനന്ദമൂർത്തിയായ ഭഗവാൻ സകല കോടി പ്രാണി ശരീരങ്ങളിൽ സൂക്ഷ്മമായി വിലസുന്നു ആ മഹേശ്വരൻ. അപ്പം വനരാജാവേ, നിന്റെ ദേഹത്തും നിന്റെ മാതാപിതാ ബന്ധുജനങ്ങൾക്ക് എന്ന പോലെ സകല ചരാചര വർഗത്തിൻ്റെയും ശരീരത്തിലും സൂക്ഷ്മദേഹമായി വാഴുന്ന സാക്ഷാൽ ബ്രഹ്മമായ പരമേശ്വരനെ സങ്കല്പിച്ച് വേണം ഏത് കർമ്മങ്ങളും ചെയ്യാൻ. യാതൊരു ശങ്കയും വേണ്ട. ഭഗവാൻ തന്നെയാണ് നീയും മറ്റുള്ള സകലതും. പഞ്ചഭൂതങ്ങളുമായി തിരിഞ്ഞ് അവിടുന്ന് പൂർണ്ണമാക്കിയ ഭഗവത് പ്രവർത്തനം തന്നെയാണ് ഈ പ്രപഞ്ചവും. വർഷമായി പെയ്ത് ഈ കൂളിയാർ പൂർണ്ണമാക്കിയത് ആരാണ്? കാറ്റായി ബാലകന്മാരെ രക്ഷിച്ചതാരാണ്? അഗ്നിയായി യാഗങ്ങളിൽ ശോഭിച്ച ശക്തി ഏതാണ്?
ദുഷ്ടജന്തുക്കളുടെ ഉപദ്രവം തീർത്ത് നിങ്ങളെ രക്ഷിച്ചത് ആരാണ്? സംശയം വേണ്ട, എല്ലാം ആ ശിവചൈതന്യമാണ്. സർവവ്യാപിയായി സർവത്തിനും ഈശ്വരനായി സകല രക്ഷയും ശിക്ഷയും ചെയ്തുകൊണ്ട് അനുഗ്രഹം ചൊരിയുന്ന ശിവശക്തിയെ വണങ്ങുവിൻ. അങ്ങനെ വസിഷ്ഠ മഹർഷി അർത്ഥവത്തായ തൻ്റെ പ്രഭാഷണം അവസാനിപ്പിച്ചു. ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് എല്ലാവർക്കും നേരെ കൈകൂപ്പി നിന്ന് ചൊല്ലിക്കൊടുത്ത ശിവസ്തുതി അവിടെ കൂടിയിരുന്ന ജനസഞ്ചയത്തിലെ ഓരോരുത്തരുടെയും ചുണ്ടുകളിൽ പുനർജനിച്ചു. ആബാലവൃദ്ധം ഓരോ കണ്ടങ്ങളും ആ സ്തുതി ഏറ്റു ചൊല്ലി. അങ്ങനെ ചാത്തൻ്റെ പിറന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞ് ഒരാഴ്ചയോളം വൈകിയാണ് തുപ്രനും കുടുംബവും തിരിച്ചെത്തിയത്. കുടിലിൽ ഒരു മണി അരിയില്ല. തുപ്രൻ തമ്പ്രാൻ്റെ കാലിത്തൊഴുത്തിൽ ചെന്ന് അച്ഛൻ ശുപ്പാണ്ടിയെ വിവരം ധരിപ്പിച്ചു. ശുപ്പാണ്ടി വേഗം തമ്പ്രാനെ മുഖം കാണിച്ചു. തമ്പ്രാന് കാര്യം പിടികിട്ടിയിരിക്കണം. ശുപ്പാണ്ടി എന്തെങ്കിലും ഇങ്ങോട്ട് പറയും മുമ്പേ അങ്ങോട്ട് ശാസിക്കാനാണ് അയാൾ മുതിർന്നത്. എന്താടാ നട്ടുച്ചയ്ക്ക് ഒരു എഴുന്നള്ളത്ത്? തൊഴുത്തിൽ പണിയൊന്നുമില്ലേ? തമ്പ്രാൻ അരിയും സാധനങ്ങളും കൊടുത്തയക്കാമെന്ന് പറഞ്ഞത് വിശ്വസിച്ചാണ് തുപ്രൻ പിറന്നാളിന് പോയത്. അവൻ തിരിച്ചു വന്നപ്പോഴാണ് അറിഞ്ഞത് അവിടെ ഒരു മണി അരി പോലും ഇല്ല എന്നുള്ളത്. അപ്പോൾ പറയുകയാണ്, ചേടാ ഇതെന്തൊരു മാരണം! എടാ ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഇന്ന് ഒന്നും പുറത്തേക്ക് കൊടുക്കാൻ പാടില്ല. നാളെ വാ, എന്തെങ്കിലും തരാമെന്ന് നോക്കട്ടെ. നീ ഇപ്പം തൊഴുത്തിലേക്ക് ചെല്ല്. നിഷ്കരുണം തമ്പ്രാൻ ശുപ്പാണ്ടിയെ ഒഴിവാക്കി. ഇന്ന് കഴിഞ്ഞല്ലേ തമ്പ്രാൻ നാളെ? ഇന്ന് കഴിക്കേണ്ട ഭക്ഷണം നാളെ കഴിച്ചാൽ മതിയോ? ശുപ്പാണ്ടി ചോദിച്ചു. എന്ത്, നീ തർക്കുത്തരം പറയുന്നോ? മലയന്മാർക്ക് എന്ന് മുതലേടാ കൊമ്പ് മുളച്ചത്? കാര്യം ചോദിച്ചതിന് തമ്പ്രാന് അഭിമാനക്കുറവായി. അയാൾ കോപത്തോടെ ഇങ്ങനെ ഇറമ്പിൽ നിന്നൊരു വലിയ വള്ളിച്ചൂരൽ വലിച്ചെടുത്തു. അതുമായി ശുപ്പാണ്ടിയെ സമീപിച്ച അയാൾ ശുപ്പാണ്ടിയെ തലങ്ങും വിലങ്ങും തല്ലി. കലി കൊണ്ട് തമ്പ്രാന് രസം കയറിയിരിക്കുന്നു. വേദന കൊണ്ട് പുളഞ്ഞ ശുപ്പാണ്ടി ചാത്തനെ മനമുരുകി വിളിച്ചു. എൻ്റെ ചാത്ത, ഈ ദുഷ്ടനെ നശിപ്പിക്കാൻ നിന്റെ കരങ്ങൾക്ക് ശക്തിയില്ലേ? നീ എന്നെ രക്ഷിക്കില്ലേ? തമ്പ്രാൻ അത് കേട്ടു. അയാളുടെ മുഖത്തേക്ക് പിന്നെയും കോപം ഇരച്ചു കയറി. കണ്ണുകൾ ചുവന്നു. അപ്പോൾ നാസികാഗ്രഹമൊക്കെ ഇങ്ങനെ വിറച്ചിട്ട് അയാൾ അടിമുടി എന്ന് വിറയ്ക്കുകയാണ്. ഒന്നിങ്ങനെ തുപ്പിയതിന് ശേഷം, നിന്റെ ഒരു ചാത്തൻ, അവൻ എന്നെ എന്ത് ചെയ്യുമെന്നാടാ? ഞൊട്ടും. എങ്കിൽ അത് തന്നെയൊന്ന് കാണട്ടെ. അങ്ങനെ പറഞ്ഞ് തമ്പ്രാൻ ശുപ്പാണ്ടിയെ വീണ്ടും വീണ്ടും മർദ്ദിച്ചു. ഓരോ അടിയും ചാത്തനെ പുലഭ്യം പറഞ്ഞുകൊണ്ടായിരുന്നു. ശുപ്പാണ്ടി അടികൊണ്ട് വിവശനായി ശരീരമെമ്പാടും പൊട്ടിച്ചോരയൊഴുകുന്നുണ്ട്. അതും കണ്ടിട്ട് തമ്പ്രാൻ മർദ്ദനം അവസാനിപ്പിച്ചില്ല. പുറത്തേക്ക് വേച്ച് നടക്കാൻ തുടങ്ങിയ ശുപ്പാണ്ടി ആ മുറ്റത്ത് കുഴഞ്ഞു വീണു. തമ്പ്രാൻ അടി നിർത്താൻ ഭാവമില്ലായിരുന്നു. ശുപ്പാണ്ടി വീണു കിടന്നിട്ടും ചൂരലുമായി അവൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു അയാൾ. അപ്പോഴാണ് നാലുകെട്ടിൽ നിന്നൊരു ദാസി ഭയന്ന് വിറച്ച് ഓടിപ്പാഞ്ഞ് അവിടേക്ക് വന്നത്. തമ്പ്രാ, തീ നമ്മുടെ പത്തായപ്പുരയ്ക്ക് തീ പിടിച്ചു. അത് പടർന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ വിഹ്വലതയോടെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. അത് കേട്ട ക്ഷണം ചൂരൽ ശുപ്പാണ്ടിയുടെ നേരെ എറിഞ്ഞ് തമ്പ്രാനും തമ്പ്രാട്ടിയും പത്തായപ്പുരയ്ക്ക് നേരെ കുതിച്ചു. ആ ഭാഗത്തേക്ക് അടുക്കാൻ പോലും അവർക്കായില്ല. പുക പടർന്ന് പരിസരം പോലും വ്യക്തമായി കാണാനാവുന്നില്ല. അനുനിമിഷം ആളി പടരുകയാണ് അഗ്നി. അപ്പോൾ കഴുക്കോലുകളും പട്ടികകളും ഒക്കെ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം ഇങ്ങനെ കേട്ടു തുടങ്ങി. ഉണക്കപ്പുല്ല് മേഞ്ഞ വീട് ആവേശത്തോടെ അഗ്നി ആഹരിക്കുകയാണ്. അഗ്നിക്ക് പിന്തുണയുമായി പതിവില്ലാത്ത വിധം ഒരു ചൂളക്കാറ്റും ഇങ്ങനെ അവിടെ നിന്ന് വീശിയടിച്ചു. രണ്ടും ഒത്തുചേർന്നപ്പോൾ അഗ്നി താണ്ഡവ നൃത്തമാടി. ആ പത്തായപ്പുരയിലാണ് തൻ്റെ ഇന്നോളമുള്ള ആ സമ്പാദ്യങ്ങളും അത്രയും സൂക്ഷിച്ചിരുന്നത് തമ്പ്രാൻ. സ്വന്തം പൊന്നും പണവും മാത്രമല്ല, ശുപ്പാണ്ടി സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സ്വർണ്ണ നാണയങ്ങളും സൂക്ഷിച്ചിരിക്കുന്നത് അവിടെയാണ്. നാട്ടുകാരിൽ പലരുടെയും പൊന്നും പണവും വേറെയും. തീയും പുകയും വകവയ്ക്കാതെ അവിടേക്ക് കുതിക്കാൻ പലവട്ടം ആഞ്ഞു ചെന്നതാണ് തമ്പ്രാൻ. മുറിയിലേക്ക് കയറുന്നത് പോയിട്ട് അതിൻ്റെ 7 അയലത്തേക്ക് കടക്കാൻ പറ്റണില്ല. ഇതിനിടെ ചില്ലറ പൊള്ളലുകളൊക്കെ ഇങ്ങനെ ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. വേലക്കാരെയും അടിയാന്മാരെയും ഒക്കെ അലറി വിളിച്ചതാണ്. ഒറ്റയൊരാൾ പോലും ഓടിയെത്തിയില്ല. അഗ്നി പത്തായപ്പുരയിൽ നിന്ന് അടുത്ത കെട്ടിലേക്കും പടർന്നു കഴിഞ്ഞു. അങ്ങോട്ട് കുതിക്കാൻ ഒരുങ്ങുമ്പോൾ തമ്പ്രാന്റെ ഉടുമുണ്ടിനും തീ പിടിച്ചു. തീയാളുന്ന വസ്ത്രം ഉരിഞ്ഞെറിഞ്ഞ് വിവസ്ത്രനായി തമ്പ്രാൻ പുറത്തേക്കോടി. പിന്നാലെ നിലവിളിച്ചു കൊണ്ടോടിയ തമ്പ്രാട്ടിയുടെ കോലവും അത് തന്നെയായിരുന്നു. ആകാശത്തേക്ക് ഉയരുന്ന അഗ്നിപർവ്വതം വളരെ അകലെ നിന്ന് പോലും കാണാമായിരുന്നു. അതെവിടെ നിന്നാണെന്ന് തിരിച്ചറിയാമായിരുന്നു. അത് കണ്ടിട്ടും മലയന്മാരാരും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. കഴിയുമെങ്കിൽ അയാൾ ചൂരലുമായി ചെന്ന് അഗ്നിയെ തല്ലി ഓടിക്കട്ടെ അവർ വിചാരിച്ചു. അരനാഴികയ്ക്കുള്ളിൽ 4 കെട്ടും അതിനുള്ളിലുണ്ടായിരുന്ന സകല ജംഗമ സാധനങ്ങളും ഒരു പിടി ചാരമായി മാറി. ഭ്രാന്ത് പിടിച്ച പോലെ ലക്ഷ്യമില്ലാതെ പാഞ്ഞ തമ്പ്രാനും തമ്പ്രാട്ടിയും വഴിക്ക് കണ്ട ആളൊഴിഞ്ഞു പൊളിഞ്ഞു കിടന്നിരുന്ന ഒരു മലയക്കുടിലേക്ക് ഓടിക്കയറി. ഇരുവരും എരിയുന്ന ഹൃദയവുമായി അവിടെ കഴിയാൻ തുടങ്ങി. അവരെ തിരിഞ്ഞെന്ന് നോക്കാൻ പോലും ആരും ഉണ്ടായില്ല. മുൻ ശുണ്ടിക്കാരനായ തമ്പ്രാൻ വഞ്ചകനാണ്. കാട്ടുവാസികളോട് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കാട് ഭരിക്കുന്ന ഈ തമ്പ്രാന്റെ ക്രൂരത.
കാലങ്ങളായി പാവങ്ങളെ ദ്രോഹിച്ചും തൻ്റെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി അവരെ ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തു വാഴുന്ന തമ്പ്രാൻ്റെ പ്രവൃത്തികൾക്ക് ഈശ്വരൻ കൊടുത്ത ശിക്ഷയാണിത്. ശുപ്പാണ്ടിയുടെയും തുപ്രൻ്റെയും മനം നിറഞ്ഞ പ്രാർത്ഥനയിൽ ചാത്തൻ തമ്പ്രാന് കൊടുത്ത ശിക്ഷയാണതെന്ന് ആരും അറിഞ്ഞില്ല. സ്വാഭാവികമായും സംഭവിക്കേണ്ട വിധിക്ക് തമ്പ്രാൻ കീഴടങ്ങുകയായിരുന്നു. അപ്പോൾ ശിവശക്തി ചൈതന്യമായ ശ്രീ വിഷ്ണുമായ അല്ലെങ്കിൽ ചാത്തൻ സ്വാമികളുടെ അതിമനോഹരമായ കഥയുടെ 17ാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ്. അടുത്ത ഭാഗം ഉടനെ തന്നെ എല്ലാവർക്കും കേൾക്കാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.